أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته അഹ്കാമുൻ നൂനി സാക്കിനത്തി വത്തൻവീൻ അതാണ് നമ്മൾ പഠിച്ചു വരുന്ന ഭാഗം. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും. എന്താണ് തൻവീൻ? അൻ എൻ ഉൻ. സാക്കിനായ നൂൻ എന്ന് പറഞ്ഞാല് സുക്കൂൻ ചെയ്ത നൂൻ. അതിന്റെ രണ്ടിന്റെയും ഉച്ചാരണം ഒന്നായത് കൊണ്ടാണ് അവയെ ബാധിക്കുന്ന നിയമങ്ങളും ഒന്നാവുന്നത്. നമ്മൾ പഠിച്ചത് 5 ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ്. ആ നിയമങ്ങൾ 5ആണ്. അതിലൊരു ഗ്രൂപ്പിനെ നമ്മൾ പരിചയപ്പെട്ടു. ആ ഗ്രൂപ്പിന്റെ പേരാണ് അൽ ഇഖ്ലാബ്. നമുക്ക് 28 അക്ഷരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളെ നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഇഖ്ലാബിന് കൊടുത്തിട്ടുണ്ട്, ബ എന്ന അക്ഷരത്തെ. ബാക്കി നമ്മുടെ കയ്യില് 27 അക്ഷരങ്ങളുണ്ട്. പരിചയപ്പെടാൻ നമുക്ക് ഇനി 4 ഗ്രൂപ്പുകൾ ബാക്കിയുണ്ട്. അപ്പൊ അതില് രണ്ടാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ്. ആ ഗ്രൂപ്പിന്റെ പേരാണ് അൽ ഇൽഹാർ. അൽ ഇൽഹാർ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ പ്രകടമാക്കുക, വ്യക്തമാക്കുക എന്നാണ് അർത്ഥം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ പറയുന്നത് സാക്കിനായ നൂനിനെയും തൻവീനിനെയും ബാധിക്കുന്ന നിയമങ്ങളാണ്. ഇൽഹാർ വ്യക്തമാക്കുക എന്ന് പറഞ്ഞാലും ആരെയാണ് അത് ബാധിക്കുന്നത്? സാക്കിനായ നൂനിനെയും തൻവീനിനെയുമാണ്. അപ്പൊ ഈ ഇൽഹാർ എന്ന് പറയുന്ന ഗ്രൂപ്പിന് 27 അക്ഷരങ്ങളിൽ നിന്ന് നമ്മൾ 6 പേരെ കൊടുക്കുകയാണ്. ഇഖ്ലാബിന് നമ്മൾ ഒരാളെ കൊടുത്തിട്ടുള്ളൂ. ഇൽഹാറിന് നമ്മൾ 6 പേരെ കൊടുക്കുകയാണ്. ആരൊക്കെയാണ്? അൽ ഹംസത്തു വൽ ഹ, അൽ ഐനു വൽ ഹ, അൽ ഗൈനു വൽ ഖ. അൽ ഹംസത്തു വൽ ഹ, അൽ ഐനു വൽ ഹ, അൽ ഗൈനു വൽ ഖ. ഒന്നുകൂടെ. അൽ ഹംസത്തു വൽ ഹ, അൽ ഐനു വൽ ഹ, അൽ ഗൈനു വൽ ഖ. ഈ 6 ആളുകളുടെയും പ്രത്യേകത, ഈ 6 ആളുകളും തൊണ്ടയിൽ നിന്നാണ് വരുന്നത്. മഖ്റജ് തൊണ്ടയാണ്. അൽ ഹൽഖ്. അൽ ഹൽഖ് എന്ന് പറഞ്ഞാൽ ത്രോട്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് അൽ ഇൽഹാറുൽ ഹൽഖി എന്നും പറയും. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത്, ഈ 6 ആളുകള് സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം വന്നാൽ ഈ പറഞ്ഞ 2 പേർക്ക്, സാക്കിനായ നൂനിനും തൻവീനും, എന്ത് മാറ്റമാണ് സംഭവിക്കുക? അല്ലെങ്കിൽ അവിടെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഉദാഹരണം നോക്കാം. മൻ. മൻ സാക്കിനായ നൂനാണ്. ആമന. നോക്കേ, ഹംസ. ഇൽഹാറിന്റെ ആദ്യത്തെ അക്ഷരം ഹംസ. മൻ ആമന. മൻ ആമന. അതായത് സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം ഈ പറഞ്ഞ 6 ആളുകൾ വന്നു കഴിഞ്ഞാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കണം. അതാണ് ഇൽഹാർ എന്ന പേര് വരാനുള്ള കാരണം. മറ്റൊരു ഉദാഹരണം നോക്കാം. നാറുൻ ഹാമിയ. നാറുൻ ഹാമിയ. നാറുൻ ഹാമിയ. തൻവീൻ ഹ. ഇൽഹാറിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ് ഹ. ആദ്യം പറഞ്ഞത് സാക്കിനായ നൂൻ, ശേഷം വന്നത് ഹംസ. ഇപ്പൊ പറഞ്ഞത് നാറുൻ, തൻവീൻ ദമ്മത്തൈനിയാണ്. ശേഷം വന്നിരിക്കുന്നത് ഇൽഹാറിന്റെ അക്ഷരമായ ഹ. നാറുൻ ഹാമിയ. തൻവീൻ വേറെ, ഹ എന്ന അക്ഷരം വേറെ. അതായത് സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ഇൽഹാറിന്റെ 6 അക്ഷരങ്ങൾ വരുമ്പോൾ സാക്കിനായ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കണം. അതാണ് അൽ ഇൽഹാർ.
അവിടെ ഉന്നയോ ലയിപ്പിക്കലോ ഒന്നുമില്ല. തൻവീനിനെയും സാക്കിനായ നൂനിനെയും വ്യക്തമാക്കണം. ശേഷം വരുന്ന ഇൽഹാറിന്റെ അക്ഷരങ്ങൾ അവയെ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കണം. മറ്റുദാഹരണങ്ങൾ നോക്കാം. അൻഅംത അലൈഹിം, അണ്ടർലൈൻ ചെയ്തതാണ് നോക്കേണ്ടത്. അൻഅംത, അൻഅംത, സാക്കിനായ നൂൻ ആയിൻ, സാക്കിനായ നൂൻ ആയിൻ. സാക്കിനായ നൂനിനെ അപ്പൊ എന്താക്കണം? വ്യക്തമാക്കണം. അൻഅംത യൗമഇദിൻ, യൗമഇദിൻ ഖാശിഅ, യൗമഇദിൻ ഖാശിഅ. തൻവീൻ ശേഷം ഖ എന്ന ഇൽഹാറിന്റെ അക്ഷരം വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? തൻവീനിനെ വ്യക്തമാക്കുന്നു. തൻവീനും ഹ എന്ന അക്ഷരവും എന്താണ്? വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു. യൗമഇദിൻ ഖാശിഅ. നെക്സ്റ്റ് യൻഹൗന, ഹ, സാക്കിനായ നൂനിന് ശേഷം ഹ, യൻഹൗന, യൻഹൗന. അടുത്തത് അജ്റുൻ ഗൈറു മംനൂൻ, അജ്റുൻ, അജ്റുൻ. തൻവീൻ, തൻവീനെ വ്യക്തമാക്കണം. അജ്റുൻ ഗൈറു മംനൂൻ. ഇതാണ് ഇൽഹാർ. അൽ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ 6 എണ്ണമാണ്. അൽ ഹംസത്തു വൽ ഹ, അൽ ഐനു വൽ ഹ, അൽ ഗൈനു വൽ ഖ. ഈ 6 അക്ഷരങ്ങൾ സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം വരുമ്പോൾ സാക്കിനായ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കണം, പ്രകടമാക്കണം. ഈ ഭാഗം കൂടെ നോക്കാം. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, തുസ്ഖാ മിൻ ഐനിൻ ആനിയ. മിൻ, സാക്കിനായ നൂൻ ശേഷം ഐൻ, തൻവീൻ ശേഷം ഹംസ. നെക്സ്റ്റ് ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതി' മിൻഹും, മിൻ, മിൻഹും. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതി' മിൻഹും ആസിമൻ ഔ കഫൂറാ. മിൻഹും, സാക്കിനായ നൂന് ശേഷം ഹ, ആസിമൻ ഔ കഫൂറാ. നമ്മുടെ കൈകളിലുള്ള മുസ്ഹഫ്, നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ഹഫ് തജ്വീദ് നിയമങ്ങൾ അടയാളപ്പെടുത്തിയതാണ്. നമുക്ക് തൻവീൻ നോക്കാം. തൻവീൻ ഫത്ഹത്തൈനി കസ്റത്തൈനി. കണ്ടോ? ഒന്നിങ്ങനെയാണ്, 2 രൂപങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ഇതുപോലെ ഈക്വലായിട്ട് 2 വരകൾ, മറ്റൊന്ന് വിട്ടുവിട്ടുകൊണ്ടാണ്. ലമ്മത്തൈനി ഒന്നിങ്ങനെ കാണാം, ഒന്ന് താഴോട്ടും ഒന്ന് മുകളിലോട്ടും. മറ്റൊരു ശൈലിയാണ് ഒരുപോലെ. നൂൻ, സാക്കിനായ നൂൻ, മുകളിൽ ഒരു ഹായുടെ ഒരു കഷ്ണം, റഅ്സു ഹ എന്നാണ് അതിന് പറയാ. സുക്കൂൻ ഇങ്ങനെ മുഴുവനായിട്ട് നമ്മൾ കാണൂല, ഇതുപോലെ ഒരു കഷ്ണം. മറ്റൊരു രൂപമാണ് ഒന്നുമില്ലാതെ കാലിയാക്കിയിട്ടിരിക്കുന്ന നൂൻ. ഇത് രണ്ടും എന്താണ്? സാക്കിനായ നൂൻ തന്നെയാണ്. നമുക്കിവിടെ ആവശ്യമുള്ളത് മുകളിലുള്ളതാണ്. ഈ ഒരു രൂപത്തിൽ കാണുന്ന സാക്കിനായ നൂനും തൻവീനും നിങ്ങളൊന്ന് മുസ്ഹഫ് നോക്കുക. ഈ രൂപത്തിൽ കാണുന്ന തൻവീനും സാക്കിനായ നൂനിനും ശേഷം വരുന്നത് ഇൽഹാറിന്റെ അക്ഷരങ്ങളായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.